ഹലോ. പതിവ് പോലെ രാവിലെ എഴുന്നേറ്റു. അരിയൊക്കെ അടപ്പയിലിട്ടു. കുറച്ച് സമയം പോയി ബ്രീത്തിങ് എക്സർസൈസൊക്കെ ചെയ്ത് തിരികെ വന്നിട്ട് കുറച്ച് കോവയ്ക്കൊക്കെ അരിഞ്ഞു വെച്ചു. പതിവ് പോലെ വരാറുള്ള നമ്മുടെ പൂച്ചക്കുട്ടി ഇവിടെ ഹാജരായിട്ടുണ്ട്. ഇന്ന് രാവിലത്തേക്ക് കഞ്ഞിയും പയറുമാണ്. തേങ്ങയും ജീരകം വെളുത്തുള്ളി കൊച്ചുള്ളി കാന്താരി കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ അരച്ച് നല്ല അടിപൊളി ഒരു ചെറുപയർ തോരനും ഒപ്പം കോവയ്ക്ക മെഴുക്കുവരട്ടി അങ്ങ് സെറ്റാക്കി. തേങ്ങാപ്പീരയിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉലുവപ്പൊടിയും 3-4 കൊച്ചുള്ളി നന്നായിട്ട് അരച്ച് അതിലേക്ക് ആവശ്യത്തിന് കുടംപുളിയും പച്ചമുളക് കീറിയതും ഒക്കെ ഇട്ട് അരപ്പ് തിളയ്ക്കുമ്പോൾ മീനും കൂടി ചേർത്ത് ലാസ്റ്റ് കുറച്ച് കടുവും കൂടെ താളിച്ചൊഴിച്ചപ്പോൾ എൻ്റെ മീൻകറി സെറ്റ്. കറിക്കെടുത്ത ശേഷം ബാക്കി മീൻ മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും മുളക് പൊടിയും ഉപ്പും ചേർത്ത് അരപ്പ് പുരട്ടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇല്ലെങ്കിലോ എനിക്ക് കറി വെച്ച മീൻ വേണ്ട അമ്മേ വറുത്ത മീൻ തന്നെ മതിയെന്ന് എൻ്റെ മോൾ എന്നോട് പറയും. ഞാൻ മീൻ വറുക്കുമ്പോഴെല്ലാം വെളുത്തുള്ളി ചതച്ചതും കറിവേപ്പിലയും ചേർക്കാൻ മറക്കത്തില്ല. കാരണം നല്ല മണമാണ് ടേസ്റ്റുമാണ്. അങ്ങനെ മീൻ വറുത്തത് റെഡിയായി. ഇതിനിടയ്ക്ക് ഒരാൾ കസേര എടുത്തും കൊണ്ട് എൻ്റെ അടുത്ത് വന്നിരുന്ന് എന്തൊക്കെയോ പറയുന്നുണ്ട്. അങ്ങനെ പാചകവും കഴിഞ്ഞ് എല്ലായിടവും വൃത്തിയുമാക്കി. അങ്ങനെ തേങ്ങ അരച്ച ചൂടക്കറിയും കറിവേപ്പിലയിട്ട് മീൻ വറുത്തതും കാന്താരി ചേർത്ത ചെറുപയർ തോരനും സവാള ഇട്ട കോവയ്ക്ക മെഴുക്കുവരട്ടിയാണ് ഇന്നത്തെ ഇവിടുത്തെ കറികൾ. അങ്ങനെ സിമ്പിളായിട്ടൊന്ന് റെഡി ആവുകയാണ്. വൈശുക്കുട്ടൻ്റെ അംഗനവാടി ജീവിതമൊക്കെ കഴിഞ്ഞു. ഇക്കൊല്ലം തൊട്ട് അക്ഷരം പഠിക്കാൻ പറഞ്ഞു വിടുവാണ്. അങ്ങനെ ഞാനും വൈശു റെഡിയായി വൈശുക്കുട്ടനെ കൊണ്ടുവിടാൻ പോവുകയാണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. ബൈ.